നമസ്കാരം എല്ലാവർക്കും. അപ്പം നമ്മൾ ഇന്നുള്ളത് അമലാപുരം എന്ന് പറഞ്ഞൊരു ചെറിയൊരു സ്ഥലത്താട്ടോ. അത് ആന്ധ്രാപ്രദേശിലാണ്. ഞാൻ വിശാഖപട്ടണം പോകുന്ന വഴിക്ക് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് കയറിയാണ്. ഇത് അവൻ്റെ വീടാണ് കേട്ടോ. 5 വർഷത്തിന് ശേഷം ഞാൻ കണ്ടുമുട്ടിയൊരു ഫ്രണ്ടാണ്. കുവൈറ്റിൽ എൻ്റെ കൂടെ ഉണ്ടായതാണ്. അപ്പോൾ ആളുടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ രാത്രി ഞങ്ങളൊരു ജസ്റ്റ് ഒരു റൈഡൊക്കെ പോയി അടുത്തുള്ള അവരെ അമ്പലത്തിലൊക്കെ പോയി അമ്പലത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തന്നു. ആൾ മലക്ക് പോകാൻ വേണ്ടി വ്രതമൊക്കെ എടുത്തിട്ടിരിക്കുമായിരുന്നു, സ്വാമിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അമ്പലത്തിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാനും കൂടെ പോയി. ഇതാണ് അവിടുത്തെ അമ്പലം കേട്ടോ. അവിടെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലമാണ്. അതിനുശേഷം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയി കേട്ടോ. ഇവിടെ അടിപൊളി ദോശ കാര്യങ്ങൾ അങ്ങനെയുള്ള വെജിറ്റേറിയൻസ് ഫുഡ് ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. അപ്പോൾ ആൾക്കൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് ചെറിയ, അവിടേക്കാണ് പോകുന്നത്. ഞാനൊക്കെ പൊട്ട് പോലത്തെ സാധനം വാങ്ങി തന്നേട്ടാ. എന്നിട്ട് വേറെന്താ പൊട്ടിക്ക പോലും കൊള്ളാം. ഊത്തപ്പം ഉണ്ടോ? ഊത്തപ്പം ഒരു ചെറിയ കറക്കെല്ലാം കഴിഞ്ഞേട്ടാ. നമ്മൾ പുറത്തെല്ലാം പോയി ഫുഡെല്ലാം കഴിച്ച്. ഇത് ഇവൻ്റെ ഒരു കസിൻ്റെ ഒരു വീട് കേട്ടോ. ഇവിടെ ഒരു താമസമില്ല, അതുകൊണ്ട് ഞാനിന്ന് ഇവിടെ താമസിക്കുന്നു. 2 ദിവസം ഇവിടെ നിന്നിട്ട് പോകാമെന്ന് വെച്ചിട്ടാ. നാളെ അടുത്തുള്ള ഏരിയാസ് എല്ലാം ഒന്ന് കവർ ചെയ്തിട്ട് മെല്ലെ വിടാം, വിശാഖപട്ടണം വിടാം. ഗുഡ് മോർണിംഗ്. ഇത് രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞേട്ടാ. ഇവിടെ എല്ലാവരും രാവിലെ കുളിക്കും. അതുകൊണ്ട് രാവിലെ തന്നെ അവൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, ആള് ചൂടുവെള്ളമാക്കിയിട്ട് വിളിച്ചു. ചൂടുവെള്ളത്തിലെല്ലാം കുളിയെന്ന് പറയുന്നത് കുറേ കാലമായിട്ട് കിട്ടാത്തൊരു സംഭവം. അപ്പോൾ രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞു. ഇനി അവൻ്റെ ഒരു ഷോപ്പുണ്ട്, ഇവിടെ ടീ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വെച്ചിട്ടാണ്. എന്തായാലും അങ്ങോട്ട് പോയിട്ട് വരാം. വണ്ടിയുടെ താഴെ തന്നെ വെച്ചിട്ട് വണ്ടി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ. റോഡ് സൈഡിൽ തന്നെ ഉണ്ട്. ഹാപ്പി പൊങ്കൽ 2025. ഇതാണ് കേട്ടോ എനിക്ക് നിൽക്കാൻ വേണ്ടി തന്ന വീട്. ഫുള്ള് എന്തൊക്കെയോ ചിത്രപ്പണികളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. ഇവിടെ ആൾ താമസമില്ല, അവൻ്റെ ഒരു കസിൻ്റെ ഒരു വീടാണ് കേട്ടോ. ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റാണ്. ഇതാണ് രാമുവിൻ്റെ ടിഫിൻ സെൻ്റർ കേട്ടോ. രാവിലെ മാത്രമേ ഉള്ളൂ, പക്ഷേ അത്യാവശ്യം നല്ല കച്ചവടം കിട്ടുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ. അങ്ങനെ ഞാനും 2 പൂരിയിൽ തുടങ്ങിയേട്ടാ. പൂരി ഭാജിയാണ് ഫസ്റ്റ് തുടങ്ങിയത്. അതിന് ശേഷം എന്തൊക്കെയോ കഴിച്ചു. അന്നത്തെ ലഞ്ചിന് സ്പെഷ്യലായിട്ട് മട്ടനായിരുന്നു പിന്നെ എനിക്ക് ആക്കി തന്നത് കേട്ടോ. സ്പെഷ്യൽ ഫുഡെല്ലാം ആക്കിയില്ല കേട്ടോ. നല്ല പച്ചരിച്ചോറും കറികളും ഉണ്ട് കേട്ടോ. കറികളെല്ലാം എടുക്കുന്നേ ഉള്ളൂ. മട്ടനുണ്ട്, ചിക്കനുണ്ട്, ഉണക്കമീനുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ തിന്ന് വയറ് കുറച്ച് ഓവറായി പോട്ടാ. അതുകൊണ്ട് കുറച്ച് റെസ്റ്റില്ല. മട്ടനും മീനാണെങ്കിൽ ഉണക്കമീൻ, പച്ചമീൻ, പിന്നെ ഇവൻ കുറച്ച് അച്ചാറെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവർ അച്ചാറുണ്ടാക്കുന്ന എക്സ്പോർട്ടിങ് കമ്പനീസ് കുറച്ചുണ്ട്. അപ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ഐറ്റംസ് എല്ലാം എന്തെല്ലോ സാധനങ്ങൾ വാങ്ങി വണ്ടി കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്നേഹം എന്നെല്ലാം വെച്ച ഒടുക്കത്തെ സ്നേഹം. അതുകൊണ്ട് ഞാൻ വേഗം വിടലേ. ഞാൻ നാളെ രാവിലെ തന്നെ ഇരുന്ന് വിടാനുള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ ചെക്കനൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നല്ല വിടാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. രാമൻ്റെ കൂടെ കറങ്ങിറങ്ങിയതാ കേട്ടോ. അയ്യോ ബായനെ കാണുന്നില്ല. നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ഇവിടുത്തെ വഴികളെല്ലാം കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. 2 സൈഡിലും ഫുള്ള് തെങ്ങുകളും പിന്നെ അതുപോലെ ചെറിയ വെള്ളത്തിൻ്റെ അരുവികൾ പോലെ തോടൊക്കെ പോലെ സൈഡിലൊക്കെ കാണാൻ പറ്റും. അതുപോലെ ഭയങ്കര സുന്ദരമാണ് കാണാൻ. വെറുതെ ഒന്ന് കറങ്ങാനറിയാതെ എൻ്റെ ഇവിടെ ഒരു അമ്പലമെല്ലാം കാണാൻ വേണ്ടി വന്നിട്ടോ. വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ കണ്ടിട്ടൊന്ന് അമ്പലത്തിൽ കണ്ടിട്ട് ഇവിടെ ഒരു ബീച്ചുണ്ട്. ബീച്ചിലേക്ക് വന്ന് ഞാൻ പറയും പോയി നോക്കാം. ഇതാണ് കേട്ടോ ടെമ്പിൾ. കഴിഞ്ഞ ആഴ്ച ആണെങ്കിൽ ഇവിടെ എന്തൊക്കെ ഫെസ്റ്റിവൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ലൈറ്റ് കാര്യങ്ങളെല്ലാം അവർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക.
ഇവിടെ ഒരു മറ്റേ സംഗമം പോയിന്റ് പോലെ ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. അതായത് ഗോദാവരി റിവറും പിന്നെ കടലുമായിട്ട് സംഗമിക്കാൻ പോകുന്നൊരു സ്ഥലമാണെന്ന് പറഞ്ഞത്. പോയി നോക്കട്ടെ. ലൈറ്റ് ഹൗസ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഇത് കടലാട്ടോ, കടലുമായിട്ട് ഗോദാവരി നേരെ പോയിട്ട് കടലിലേക്ക് ലയിക്കുന്ന സംഭവമാണിത് കേട്ടോ. നല്ല വെയിൽ, കുറച്ചും കൂടെ ലേറ്റ് ആയിട്ട് വന്നാൽ മതിയായിരുന്നു. ഈ കാണുന്ന പോർഷൻ എന്ന് പറയുന്നത് പുഴയാണ് കേട്ടോ. അപ്പോൾ ഗോദാവരി റിവറാണത്. ആ ഗോദാവരി റിവർ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് കടലാണ്. അപ്പോൾ ഈ കടലിലേക്ക് രണ്ടും കൂടി ഒരു മിക്സ് ആകുന്നൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റാണ് നമ്മൾ നേരെ നടന്നു പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് തിരയുണ്ടാവില്ല. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് തിരകളുണ്ട് കടലിൻ്റെത്. റൈറ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ സാധാ പുഴയാണ്, ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് നോർമലായിരിക്കും. ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് തിര വേണം. തിരകൾ വരുന്നുണ്ട്. ഇത് കടലാട്ടോ. അതിനപ്പുറത്തേക്ക് പുഴയായി. അങ്ങോട്ട് തിരകളൊന്നുമില്ല, കഴിഞ്ഞു. നമ്മൾ നേരത്തെ പോയ അമ്പലത്തിലൊരു വലിയ രഥമുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് അത് വലിച്ചിട്ട് അവരുടെ കൊണ്ടുവച്ചിട്ടില്ല. അപ്പോൾ അതുകൂടെ ഒന്ന് കാണിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ എന്നെയും കൂട്ടി രഥം കാണാനുള്ള പോക്കാണ്. നമ്മൾ റിട്ടേൺ പോവാണ് സംഘം പോയിന്റ് നിന്ന്. അത്യാവശ്യം കുറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ കാണാൻ. ഒരുപാട് ചെമ്മീൻ വളർത്തുന്ന ചെമ്മീൻ കെട്ടൽ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ഫിലിം ആക്ടർ പ്രഭാസെല്ലാം വന്നിട്ട് ഇത് വലിച്ചു എന്ന് പറഞ്ഞപ്പെടുന്ന കേട്ടോ. ഫോട്ടോ ഒന്നും വേണ്ടരാമോ? അങ്ങനെ നമ്മൾ തിരിച്ചു പോകട്ടോ. അമ്പലത്തിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇനി തിരിച്ച് അവൻ്റെ ഗ്രാമത്തിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അമലാപുരം എന്ന് പറഞ്ഞൊരു ചെറിയൊരു വില്ലേജ്, ഇവിടുത്തെ ചെറിയൊരു ടൗണ്. അപ്പോൾ ആ ടൗൺ വഴിയാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. കുതിര വണ്ടിയൊക്കെ പോകുന്നതാണ് കേട്ടോ. ഇതാണ് അമലാപുരം എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടൗണ് അടുത്തുള്ളത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കറക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മളെ റൂമിലെത്തിയിട്ടുണ്ട്. വണ്ടിയെല്ലാം അവിടെ വെച്ച്. രാമോൻ്റെ ബൈക്ക് കേട്ടോ. നമ്പർ പ്ലേറ്റെല്ലാം കണ്ട. നമ്മളെ നാട്ടിലാണ് ഇങ്ങനെ നമ്പർ പ്ലേറ്റിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫൈൻ കിട്ടും. ഇത് ഈവനിങ് ഇതാ ബജ്ജിയൊക്കെ തിന്നാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ കുറേ ഇതുപോലെയുള്ള ഷോപ്പുകളുണ്ട്, ചെറിയ ഷോപ്പുകൾ. ചായയൊക്കെ കുടിച്ച് തിരിച്ച് നമ്മളെ റൂമിലേക്ക് പോകാട്ടോ. സെക്കൻഡ് ഡേ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകളാട്ടോ. എനിക്ക് 96 മൂവിയിലെ ആ ഒരു സീനൊക്കെയാണ് ഓർമ്മ വന്നത്. പെൺകുട്ടികളൊക്കെ സൈക്കിളൊക്കെ ചവിട്ടി സ്കൂളിൽ പോകുന്ന ആ ഒരു പഴയ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. ഇവിടെ ഗവൺമെൻറ് തന്നെ കുട്ടികൾക്ക് ആദ്യം സൈക്കിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പം കൊടുക്കുന്നില്ല, പണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പന്മാരെല്ലാം നോക്കിയാൽ റോക്ക് ട്രൗസറൊക്കെ ഇട്ടിട്ട്. സെക്കൻഡ് ഡേ നൈറ്റ് അവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ചെറിയ പ്രോഗ്രാമോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടാണ് നമ്മൾ രാത്രി പോകുന്നത് കേട്ടോ. ഇവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളും DJ പരിപാടിയൊക്കെ ഭയങ്കരമായിട്ട് ഇവർ പൈസ സ്പെൻഡ് ചെയ്യും.
വണ്ടി അവിടെ സൈഡിൽ വെച്ചിട്ട് നമ്മളൊന്ന് നടക്കാമെന്ന് വിചാരിച്ചോട്ടോ. അവിടെ കുറച്ച് കൾച്ചർ പ്രോഗ്രാമെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വെച്ചിട്ട് ഞാൻ പയ്യെ വണ്ടി അവിടെ വെച്ച് ജസ്റ്റ് അകത്തോട്ടൊന്ന് കയറിയിട്ട് വരാൻ വെച്ചോട്ടോ. ആൾക്കാർക്ക് നടന്നു പോകാനുള്ള വഴിയാട്ടോ അത്. ഇതൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ മേൽക്കൂരയിൽ നോക്കിയാൽ പന്തലൊക്കെ സെറ്റപ്പായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ടെമ്പിൾ കേട്ടോ. ചെറിയൊരു ടെമ്പിളാണ്, പക്ഷേ ഇത് ഭയങ്കര ശക്തി ഉള്ള ദേവിയാണെന്നൊക്കെയാണ് ഇവൻ പറഞ്ഞത്. ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അകത്തൊന്നും കയറിയില്ല. ഉത്സവത്തോടനുബന്ധിച്ച് അവിടെ ഭയങ്കരമായിട്ട് കൾച്ചർ പ്രോഗ്രാം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കൾച്ചറിൽ ഡാൻസ് പക്ഷേ എന്താ പറയുക, ഇവരുടെ ട്രഡീഷണലൊന്നല്ല. അവിടെ സിനിമാറ്റിക് കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായത്. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു അവിടെ പരിപാടി കാണാനായിട്ട്. അപ്പം ഞങ്ങൾ അവിടെ 2-3 പാട്ടൊക്കെ കണ്ട് ഇരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഡാൻസൊക്കെ കണ്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞതാ. കുറച്ച് സമയം നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ചു പോവാണ്. നല്ല പരിപാടിയായിരുന്നു കേട്ടോ, കണ്ടിരിക്കാനൊക്കെ തോന്നി. നമ്മളിവിടുന്ന് പോവാട്ടോ. അമലാപുരത്തുനിന്ന് നേരെ വിശാഖപട്ടണത്തേക്ക് പോകാം. രാമു സ്പെഷ്യൽ നെയ്ച്ചോറും ഫിഷ് ഫ്രൈ എല്ലാം ആക്കി തന്നിട്ടാണ് പോയത് കേട്ടോ. ആളിപ്പോൾ വരും. ഞാനിപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് മെല്ലെ പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഇതാ ഞാനിവിടുന്ന് ഇറങ്ങുകയാണ്. രാമുവും ബ്രദറും ഉണ്ട് താഴെ യാത്ര വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. നല്ല എന്താ പറയുക, സ്നേഹം കൊണ്ട് കൊന്നു എന്ന് പറയാം. അതുപോലെ എനിക്കിവിടെ എല്ലാം ചെയ്തു തന്നു. അപ്പോൾ ഒരുപാട് താങ്ക്സ് ബ്രോ, താങ്ക്സ് ഫോർ എവറിത്തിങ്. അപ്പം ഇനി ബാക്കി നമുക്ക് വിശാഖപട്ടണത്തെ കാഴ്ചകൾ കാണാം. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.